90 പൊട്ടിക്കും, 390 ഒന്നും അടുപ്പിക്കത്തില്ല എന്നൊക്കെ. അതൊക്കെ ചെയ്യുമെന്ന് ഇത് ചോദിച്ചു കഴിഞ്ഞാൽ അതൊക്കെ ചെയ്യും. അതെപ്പോൾ ചെയ്യും, എങ്ങനെ ചെയ്യും? ഹായ് ഗായ്സ്, ഇറ്റ്സ് പി ജസീൽ. വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഗായ്സ്, ഇന്ന് നമ്മൾ കൊണ്ടുവന്നേക്കുന്ന വണ്ടി എന്ന് വെച്ചാൽ അത്യാവശ്യം സ്പെഷ്യലായിട്ടുള്ള ഒരു സ്പെഷ്യൽ ബൈക്കാന്ന് പറയാം. മറ്റൊന്നുമല്ല, നമ്മുടെ റോയൽ എൻഫീൽഡിൻ്റെ റീസെൻ്റ്ലി ലോഞ്ച് ചെയ്ത നമ്മുടെ ഗോർല 450 സാധനം അങ്ങനെ ഉണ്ട്. നോക്കിയേ, അത്യാവശ്യം നൈസല്ലേ ലുക്കൊക്കെ. എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള കളർ എന്ന് വെച്ചാൽ വൈറ്റും ബ്ലൂവും ഉള്ള കേട്ടോ. ഇപ്പോൾ ഇത് കണ്ട് ഇത് എൻ്റെ ഒരു ഫേവറേറ്റ് കളറായിട്ട് മാറിയിട്ടുണ്ട്. കൊള്ളാം കേട്ടോ. ഫോട്ടോയ്ക്കകത്ത് കണ്ടപ്പോൾ എനിക്കിത് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല, പക്ഷേ നേരിട്ട് കാണാൻ ഇത് കുഴപ്പമില്ല. അത്യാവശ്യം ലുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് നേരെ വീഡിയോയ്ക്കകത്ത് തന്നെ നമുക്ക് നേരെ ലുക്സിൽ നിന്ന് തന്നെ തുടങ്ങാം. ലുക്സും കാര്യങ്ങളൊക്കെ നമ്മൾ കുറേ തവണ പറഞ്ഞിട്ടുള്ളത്, എന്നാൽ നമുക്ക് ഓടിച്ചിട്ടൊന്ന് ലുക്സ് ഒന്ന് പറഞ്ഞു പോകാം. ഹിമാലയനിലും ഒക്കെ കണ്ടുവന്നേക്കുന്ന അതേ ഹെഡ്ലൈറ്റ് തന്നെയാണ് ഇതിനകത്ത് വന്നേക്കുന്ന, അതിലൊന്നും യാതൊരു മാറ്റമില്ല. പിന്നെ നമ്മൾ ഫ്രണ്ടിലത്തെ ഫോക്സ് നോക്കുന്ന ടൈമിൽ 41mm USB ഫോർക്കൊന്നും വരുന്നില്ല. സാധാരണ കൺവെൻഷണൽ ഫോക്സാണ് വന്നേക്കുന്നത്. സാധാരണ നോർമൽ ടെലിസ്കോപ്പിക് ഫോർക്കാണ് വന്നേക്കുന്നത്. 140-160mm ട്രാവൽ ഇതിനകത്ത് വരുന്നുണ്ട്. അതിൻ്റെ ഭാഗത്തൊന്നും യാതൊരു കുഴപ്പമില്ല. പിന്നെ ഇതിനകത്ത് ഹൈലൈറ്റ് ആയിട്ടുള്ളത് ഇതിൻ്റെ ടയർ സെക്ഷൻ തന്നെയാണ്. ഇതിനകത്ത് ഫ്രണ്ടിൽ വന്നേക്കുന്ന 120 സെക്ഷൻ ടയേഴ്സാണ്. ഫ്രണ്ടിൽ 120/70 R70 സെക്ഷൻ ടയേഴ്സാണ് ഫ്രണ്ടിൽ വന്നേക്കുന്നത്. 70 ഇഞ്ച് വീൽസും വന്നപ്പോൾ ഉണ്ട്. അതിൻ്റെ ഭാഗത്തൊന്നും യാതൊരു കുഴപ്പമില്ല. പിന്നെ സസ്പെൻഷൻ്റെ ഫീൽ എന്ന് പറയുന്ന അത്യാവശ്യം ടൈറ്റായിട്ടുള്ള സസ്പെൻഷനാണ്. എന്ന് വെച്ചാൽ ഒരുപാട് ടൈറ്റല്ല, ഒരു മീഡിയം ടൈറ്റ്നെസ് എന്ന് വേണമെങ്കിൽ പറയാം. എന്നാലും നമ്മൾ കുഴിയിലൊക്കെ വീഴുന്ന ടൈമിൽ മോശമായിട്ടുള്ള ഫീഡ്ബാക്ക് ഒന്നുമില്ല. അത്യാവശ്യം നല്ല ഫീഡ്ബാക്ക് തന്നെയാണ്. പിന്നെ നമ്മൾ സൈഡിലേക്ക് നോക്കുന്ന ടൈമിൽ ഇവിടെ റോയൽ എൻഫീൽഡിന് ബാഡ്ജിങ് കൊടുത്തപ്പോൾ ഉണ്ട്. ഇവിടെ ഗൊറില്ല 450 എന്ന് എഴുതിയപ്പോൾ ഉണ്ട്. ഇനി ടാങ്ക് സൈസ് നോക്കുന്ന ടൈമിൽ 11 ലിറ്റേഴ്സിൻ്റെ ടാങ്കാണ് വന്നേക്കുന്നത്. നമ്മൾ ഹിമാലയന് കണ്ടുവന്നേക്കുന്ന പോലെ 13-14 ലിറ്റേഴ്സിൻ്റെ ടാങ്കൊന്നും ഇതിനകത്ത് വന്നപ്പോൾ ഇല്ല. പിന്നെ ആസ് യൂഷ്വൽ നമ്മൾ ഹിമാലയന് കണ്ടുവന്നേക്കുന്ന ഷെർപ്പ 450 എഞ്ചിൻ ഇവിടെ കാണാൻ പറ്റും. അതെല്ലാം നീറ്റായിട്ടാണ് കൊടുത്തേക്കുന്നത്. മെയിൻ ഫ്രെയിം വരുന്നേക്കുന്നത് നമ്മുടെ ഹിമാലയൻ്റെ ഫ്രെയിം തന്നെയാണ്. പിന്നെ സബ് ഫ്രെയിം ചില മാറ്റങ്ങളൊക്കെ വരുന്നുണ്ട്. സ്റ്റിക്കർ വർക്കൊക്കെ കൊള്ളാം കേട്ടോ. ആ ഗ്രാഫിക്സും ഒക്കെ റെഡും ഒരു യെല്ലോയും കൂടെ ഉള്ള ആ ഒരു സ്റ്റിക്കർ വർക്കും കാര്യങ്ങളൊക്കെ. പിന്നെ നമ്മൾ ബാക്കിലേക്ക് വരുന്ന ടൈമിൽ ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ബാക്ക് സെക്ഷൻ തന്നെ കേട്ടോ. ഇതിൻ്റെ ബാക്കിലത്തെ ടയർ സെക്ഷൻ വന്നിട്ട് 160/60 R70 സെക്ഷൻ ടയേഴ്സ് ആ ബാക്ക് വന്നേക്കുന്നത്. 270mm ഡിസ്കാണ് ബാക്ക് വന്നേക്കുന്നത്. ഫ്രണ്ട് നോക്കുന്ന ടൈമിൽ 310mm ഡിസ്കാണ് ഫ്രണ്ട് വന്നേക്കുന്നത്. ആദ്യമായിട്ടോ കേട്ടോ ഇങ്ങനെ ഒരു കോമ്പിനേഷൻ വരുന്നത്. അല്ലെങ്കിൽ റോയൽ എൻഫീൽഡിൻ്റെ ബൈക്സിലൊക്കെ ഇങ്ങനത്തെ ഒരു ഡിസ്ക് കോമ്പിനേഷൻ നമ്മൾ കാണാറുള്ള. സിൻജഡ് പാഡ്സ് ആണ് ഇതിനകത്ത് വന്നേക്കുന്നത്. അത്യാവശ്യം നല്ല ബ്രേക്കിംഗ് ബൈറ്റും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. പിന്നെ നമ്മൾ സീറ്റ് ഹൈറ്റ് നോക്കുന്ന ടൈമിൽ 790mm ആണ് ഇതിൻ്റെ സീറ്റ് ഹൈറ്റ് വന്നേക്കുന്നത്. എൻ്റെ ഹൈറ്റ് വന്നിട്ട് 5'8" ആണ്. അത് വെച്ചിട്ട് എനിക്ക് രണ്ട് സൈഡും ഒരുവിധം പ്ലാന്റഡ് ഫുഡ് കിട്ടുന്നുണ്ട്. കുഴപ്പമില്ല. വെയിറ്റും അത്യാവശ്യം നല്ല രീതിക്ക് കുറവാട്ടോ. നമ്മുടെ ഹിമാലയനെക്കാട്ടി ഏകദേശം 30 കിലോസോളം ഇതിനകത്ത് കുറവാണ്. പിന്നെ ടാങ്ക് നോക്കുന്ന ടൈം ഓഫ് സൈറ്റ് ആയിട്ട് വെച്ചേക്കുന്ന ഒരു ടാങ്കാണ് ഇതിനകത്ത്, ടാങ്ക് ക്യാപ്പ് കേട്ടോ. പിന്നെ നമ്മൾ ആസ് യൂഷ്വൽ ഹിമാലയനിൽ കണ്ടുവന്നേക്കുന്ന അതേ ട്രിപ്പർ നാവിഗേഷൻ ഡിസ്പ്ലേ ഒക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. മാപ്പൊക്കെ അതേപോലെ നമുക്ക് നാവിഗേറ്റ് ചെയ്യാൻ പറ്റും ഇതിനകത്ത്. പിന്നെ ആസ് യൂഷ്വൽ നമ്മൾ ഹിമാലയനിൽ കണ്ടുവന്നേക്കുന്ന സ്വിച്ചും കാര്യങ്ങളൊക്കെ തന്നെ. ഇവിടെ മോഡ്സ് നമുക്ക് മാറ്റാൻ പറ്റും. എക്കോ മോഡ്, പെർഫോമൻസ് മോഡ്, ഇങ്ങനെ 2 മോഡ്. അത് ABS ഓണാക്കാം ഓഫാക്കാം, അങ്ങനെ അതൊക്കെ തന്നെയാണ് ഇതിനകത്ത് വന്നേക്കുന്നത്. പിന്നെ ഇവിടെ ചെറിയൊരു ചാർജിങ് സോക്കറ്റ് വന്നപ്പോൾ ഉണ്ട് കേട്ടോ. Type-C ചാർജിങ് വന്നപ്പോൾ ഉണ്ട്. എനിക്ക് പിന്നെ മിറേഴ്സിൻ്റെ കാര്യത്തിൽ ചെറിയൊരു മോശമായിട്ടൊരു ഫീഡ്ബാക്ക് ഉണ്ട്. എന്നുവെച്ചാൽ ഈ മിറർ ഇരിക്കുന്നുണ്ടല്ലോ, ഇങ്ങോട്ട് നമുക്ക് നീക്കാൻ പറ്റുന്നില്ല. എനിക്ക് ബാക്കിലുള്ള ഇതൊന്നും കാണാൻ പറ്റത്തില്ല. ഈ മിറർ എന്തെങ്കിലും ഡിസൈൻ ചെയ്തേക്കുന്നതാണെന്ന് എനിക്കൊരു ഡൗട്ടുണ്ട് കേട്ടോ. കുഴപ്പമില്ല, ഇങ്ങനെയൊക്കെ ചിരിഞ്ഞും കടന്നൊക്കെ നോക്കേണ്ടി വരും. അങ്ങനെയൊരു ഫീഡ്ബാക്കാണ് നമുക്ക് മിററിൻ്റെ ഭാഗത്തു നിന്നുള്ളത്. നമുക്ക് വണ്ടി ഓടിച്ചുകൊണ്ട് സംസാരിക്കാം. ഫസ്റ്റ് തന്നെ ഇതിൻ്റെ ഒരു റൈഡിങ് പോസ്റ്റർ തന്നെ പറഞ്ഞു തുടങ്ങാം. നമ്മൾ ഹിമാലയനിൽ കണ്ടുവന്നേക്കുന്ന പോലെ ഇങ്ങനെ നിവർന്നിരുന്ന് ഓടിക്കുന്ന ഒരു റൈഡിങ് പോസ്റ്റർ അല്ല. ചെറിയൊരു സ്പോർട്ട്നെസ് ഉണ്ട്. സ്പോർട്ട്നെസ് എന്ന് പറയുമ്പം നിങ്ങൾ ഇതിൻ്റെ നേക്കഡ് സ്ട്രീറ്റ് ആയിട്ടുള്ള നമ്മുടെ ഡ്യൂക്ക് 390യിലും RTR 310ലും ഒക്കെ കണ്ടുവന്നേക്കുന്ന പോലെയുള്ളൊരു സ്പോർട്ട്നെസ് അല്ല. നമ്മൾ റോയൽ എൻഫീൽഡിൻ്റെ സ്റ്റാൻഡേർഡ് നോക്കുമ്പം ചെറിയൊരു സ്പോർട്ട്നെസ്, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. എന്നാലും കുഴപ്പമില്ലാത്തൊരു സ്പോർട്ട്നെസ് ഉണ്ട്. എൻ്റെ കൈ ഇരിക്കുന്ന കണ്ടു കഴിയുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണെന്ന്. വണ്ടി ചുമ്മാ അങ്ങ് കയറും കേട്ടോ. ആ ഹിമാലയൻ ഓടിച്ചപ്പോൾ പോലും എനിക്ക് ഇത്രയും ഒരു അഗ്രഷൻ തോന്നിയില്ല. പക്ഷേ ഇതങ്ങനെയല്ല, ഇത് നല്ല അഗ്രഷനാണ്. വണ്ടി അത്യാവശ്യം നല്ല അഗ്രസീവാണ്. കൈ കൊടുക്കുമ്പോൾ തന്നെ അങ്ങ് കയറിപ്പോവുക. അതുകൊണ്ട് തന്നെ ഈ ഒരു റൈഡിങ് പോസ്റ്റർ കറക്റ്റാണ്.
പ്രോപ്പറായിട്ടുള്ള ഒരു റൈഡിങ് പോസ്റ്ററായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഒരു ഇച്ചിരി കൂടെ ഒന്ന് സ്പോർട്ട്നെസ് ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് കംഫർട്ടായിട്ട് എനിക്ക് തോന്നിയാണ്. അതെൻ്റെ ഒരു പേഴ്സണൽ ഫീലാണ്. ഇനി നമുക്ക് എൻജിൻ്റെ ഒരു ക്യാരക്ടർ പറയാം. ഒരു ഓപ്പൺ റോഡല്ലേ ഇത്. കണ്ടില്ലേ, ഇതാണ് ചെറിയൊരു ഇതിൻ്റെ ഒരു അഗ്രഷൻ എന്ന് വേണമെങ്കിൽ പറയാം. നിങ്ങൾ വിചാരിക്കും ഇതിപ്പം ശരിക്കും ഒരു സ്ക്രാം ഇറക്കിയതായിരിക്കുമെന്ന്. ഇതൊരിക്കലും ഒരു സ്ക്രാം അല്ല കേട്ടോ. സ്ക്രാം വേറെ ഒരെണ്ണം വരുന്നുണ്ട്, പക്ഷേ ഇതൊരിക്കലും ഒരു സ്ക്രാമായിട്ട് നിങ്ങൾ കമ്പയർ ചെയ്യല്ലേ. ഇത് സ്ക്രാമിൻ്റെക്കാട്ടിലും ഇടയ്ക്ക് ഇരിക്കുന്ന ഒരു ബൈക്കാണെന്ന് ഞാൻ പറയത്തുള്ളൂ. ഇനി നമുക്ക് ഇതിൻ്റെ എൻജിൻ ഫീൽ പറയാം. ഇതിൻ്റെ എൻജിൻ സൈഡ് നോക്കുന്ന ടൈമിൽ നമ്മൾ ഹിമാലയനിൽ കണ്ടുവന്നേക്കുന്ന പോലെ തന്നെ 452cc ഷെർപ്പ എൻജിൻ തന്നെയാണ് ഇതിനകത്ത് വന്നേക്കുന്നത്. പ്രൊഡ്യൂസിങ് 40 PS പവർ ആൻഡ് 40 Nm ടോർക്ക്. അത്യാവശ്യം നല്ല അഗ്രഷൻ ഇതിനകത്തുണ്ട് കേട്ടോ. ഇതിനകത്ത് ട്യൂണിങ് ചെറിയ വ്യത്യാസം ഉണ്ടെന്ന് തോന്നുന്നു. എനിക്ക് ആ ഹിമാലയൻ ഓടിച്ചപ്പോൾ ഇത്ര ഒരു അഗ്രഷനോ കാര്യങ്ങളോ ഒന്നും തോന്നിയിട്ടില്ല. പക്ഷേ ഇതിലേക്ക് വരുമ്പോൾ അത്യാവശ്യം നല്ലോണം ഒരു അഗ്രഷൻ എനിക്ക് തോന്നുന്നുണ്ട്. എനിക്ക് തോന്നി ഇതിനകത്ത് ഏകദേശം ഒരു 30 കിലോളം കുറവാണ്. അതുകൊണ്ടായിരിക്കണം, ഇല്ലെങ്കിൽ ട്യൂണിങ്ങിൽ കാര്യത്തിൽ എന്തെങ്കിലുമൊക്കെ വ്യത്യാസങ്ങൾ റോയൽ എൻഫീൽഡ് മാറ്റിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഒരിക്കലും ഹിമാലയൻ ഓടിക്കുന്ന ഒരു ഫീലല്ല കേട്ടോ. നല്ല അഗ്രസീവായിട്ടുള്ള ഒരു എൻജിനാണ്. നമ്മൾ ഡ്യൂക്ക് 390 ഓടിക്കത്തില്ലേ, അതേപോലത്തെ ഒരു ക്യാരക്ടറാണ്. ഇനീഷ്യലി ആ ക്യാരക്ടർ കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനീഷ്യലി കിട്ടത്തില്ല. നമുക്ക് ആ ടോപ്പനിലേക്ക് വരുന്ന ടൈമിൽ മെയിനായിട്ട് ആ ഒരു അഗ്രഷൻ നമുക്ക് തോന്നുന്നത്. ഒരു ടൈമിലേക്കാണ് നമുക്ക് തോന്നുന്നത്. പിന്നെ നമുക്ക് ക്ലച്ച് ഫീലിനെ പറ്റി പറയുന്ന ടൈമിൽ ക്ലച്ച് ഫീൽ അത്യാവശ്യം നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ക്ലച്ചാണ് കേട്ടോ. അത്യാവശ്യം നല്ല രീതിക്ക് സോഫ്റ്റാണ്. പഴം പോലത്തെ ക്ലച്ച് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതേപോലെ സോഫ്റ്റാണ്. മനുഷ്യൻ്റെ ഫീലിനെ പറ്റി പറയുന്ന ടൈമിൽ ഒരുവിധം മോഡറേറ്റ്ലി ടൈറ്റാന്ന് വേണമെങ്കിൽ പറയാം. അധികം സോഫ്റ്റ് അല്ലേ ഹിമാലയനി കണ്ടുവന്നേക്കുന്ന പോലെ. ഹിമാലയനി വന്നേക്കുന്ന ഷോയുടെ സസ്പെൻഷൻ തന്നെയാണ്. ഇതിനകത്ത് 41 mm 140 ട്രാവലോട് കൂടിയിട്ട് വരുന്ന നമ്മുടെ ഷോയുടെ സസ്പെൻഷൻ തന്നെയാണ് ഇതിനകത്ത് വന്നേക്കുന്നത്. USD ഫോർക്കല്ല, സാധാരണ കൺവെൻഷണൽ ടെലിസ്കോപ്പിക് ഫോർക്കാണ് ഇതിനകത്ത് വന്നേക്കുന്നത്. ഇത് കുഴപ്പമില്ല, ഹാൻഡിൽ ചെയ്യാനൊക്കെ നൈസാണ്. അങ്ങനെയൊക്കെ നോക്കുന്ന ടൈമിൽ നൈസ് ഫീൽ തന്നെയാണ്. പിന്നെ ഇതിനകത്ത് നമ്മൾ ബ്രേക്സിൻ്റെ ബ്രേക്സ് ഒന്നും പറയാനില്ല കേട്ടോ. കിടിലം ബ്രേക്സാണ്. ഞാൻ മോസ്റ്റ് ഓഫ് ദ ടൈം ബാക്ക് മാത്രം പിടിച്ചിട്ടാണ് പോകുന്നത്. എന്നുവെച്ചാൽ ബ്രേക്ക് അതിൻ്റെ അപ്പുറം ബൈറ്റുണ്ട്. സിൻറ്റഡ് പാഡ്സാണ് ഇതിനകത്ത് വന്നേക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ബ്രേക്കിംഗ് ബൈറ്റ് കേട്ടോ. ഒരു രക്ഷയില്ലാത്ത ബ്രേക്കിംഗ് ബൈറ്റാണ്. എന്തായാലും ജസ്റ്റ് ഒന്ന് കൈ കൊടുത്ത് നോക്കാം എങ്ങനെ പവറിങ് എന്നറിയാമല്ലോ. ഇതാണ് ഗൈസ് ഇതിൻ്റെ ചെറിയൊരു പവറിങ്. ബ്രേക്കിംഗ് ഒക്കെ അത്യാവശ്യം നല്ല നൈസ് ബ്രേക്കിംഗ് കേട്ടോ. നല്ല ബ്രേക്കിംഗ് ബൈറ്റും ഉണ്ട്. കുഴപ്പമില്ലാത്ത ഫീലാണ്. ഹാൻഡിൽ ബാറിൻ്റെ ഒരു ഫീൽ എന്നൊക്കെ പറയുന്നത് അത്യാവശ്യം വൈഡായിട്ടുള്ള ഒരു ഹാൻഡിൽ ബാറാണ്. നിങ്ങളെല്ലാവരും വിചാരിക്കും ഹിമാലയനി കണ്ടുവന്ന പോലത്തുള്ള വൈബ്രേഷൻ ഇതിനകത്തുണ്ടോയെന്ന്. ഇതിനകത്തുണ്ട് വൈബ്രേഷൻ. ഞാൻ ഇടയ്ക്ക് കേട്ടിട്ടുണ്ട് ഇത് നമ്മുടെ 390 അടിക്കുമോ, 390 പൊട്ടിക്കും, 390 ഒന്നും അടുപ്പിക്കത്തില്ലെന്നൊക്കെ. അതൊക്കെ ചെയ്യുമെന്ന് ഇത് ചോദിച്ചു കഴിഞ്ഞാൽ അതൊക്കെ ചെയ്യും. അതെപ്പോൾ ചെയ്യും, എങ്ങനെ ചെയ്യും, അതാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. 390 ഇനീഷ്യലിലൊന്നും പിടിക്കാൻ പോകുന്നില്ല. അതൊക്കെ വെറും ഒരു വ്യാമോഹം മാത്രമാണ് എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ 390 പിടിക്കും എപ്പം, ഇതിൻ്റെ ടോപ്പ് എൻഡ് അച്ചീവ് ചെയ്യുന്ന ടൈമിൽ. ടോപ്പ് എൻഡ് അച്ചീവ് ചെയ്യുന്ന ടൈമിൽ 390 പൊട്ടിച്ചിട്ട് ഇത് കയറിപ്പോവും. അങ്ങനെയുള്ള പല വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മുടെ സോഷ്യൽ മീഡിയയിലിപ്പം കിടപ്പുണ്ട്. ട്രാക്ക് റേസ് ഇടുന്നതൊക്കെ അതൊക്കെ ചെയ്യും. പക്ഷേ അതെങ്ങനെ ചെയ്യുന്നു, അത് ശരിക്കും ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ ടോപ്പ് എൻഡ് അച്ചീവ് ചെയ്യുന്ന ടൈമിൽ മാത്രമാണ് അത് ചെയ്യുന്നത്. അത് 150 155 ക്രോസ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ആ ഒരു ടൈമിൽ മാത്രമാണ് 390 ഈ വണ്ടി പിടിക്കുന്നത്. എനിക്ക് എന്തായാലും 390 അത്രയും ഷാർപ്പായിട്ടുള്ള ഒരു വണ്ടിയെ ഈ വണ്ടി പിടിക്കുന്നതിലൊന്ന് ഓർക്കുമ്പോൾ തന്നെ എനിക്ക് ബിഗ് തംസ് അപ്പ് ഫോർ നമ്മുടെ ഗൊറില്ല 450. അക്രമ പവറാണ് കേട്ടോ. ചുമ്മാ ഇങ്ങനെ അങ്ങോട്ട് കൈ വന്നത് ആക്സിലേറ്റർ ഒന്ന് തിരിച്ചു കൊടുത്താൽ മതി. അമ്മാതിരി പവറാണ് ഇതിനകത്ത്. അമ്മാതിരി പവറും അമ്മാതിരി ടോർക്കും ഇത് ഓഫർ ചെയ്യുന്ന കേട്ടോ.
വൈബ്രേഷൻ്റെ കാര്യങ്ങളെ പറ്റിയൊക്കെ പറയുന്ന ടൈമിൽ വൈബ്രേഷൻസ് ഉണ്ട്. വൈബ്രേഷൻസ് എവിടേക്കാണ് ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരു ഫസ്റ്റ് ഒരു 3000 to ഒരു 5000 RPM നോക്കുന്ന ടൈമിൽ വൈബ്രേഷൻസ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു നമ്മൾ റെഡ് ലൈൻ ചെയ്യിക്കുന്ന ടൈമിൽ അത്യാവശ്യം വൈബ്രേഷൻസ് തോന്നുന്നുണ്ട്. അതൊക്കെ തന്നെയാണ് ഇതിൻ്റെ വൈബ്രേഷൻസും കാര്യങ്ങളുമൊക്കെ വരുന്നത്. പിന്നെ നമ്മൾ ഗിയർ ബോക്സിൻ്റെ കാര്യം നോക്കുന്ന ടൈമിൽ നമ്മൾ ഹിമാലയനിൽ കണ്ടുവന്നേക്കുന്ന അതേ ഗിയർ ബോക്സ് തന്നെയാണ്. അത്യാവശ്യം ക്ലങ്കി ആയിട്ടുള്ള ഗിയർ ബോക്സ്. ചില സമയത്ത് നമുക്ക് ടക്ക് ടക്ക് എന്നുള്ള സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. കുഴപ്പമില്ലാത്ത ഫീലും ഫീഡ്ബാക്കും തരുന്നൊരു ഗിയർ ബോക്സും കാര്യങ്ങളുമാണ്. പിന്നെ ടയർ സെക്ഷനെ പറ്റി പറഞ്ഞില്ലല്ലോ. എനിക്ക് ശരിക്കും തോന്നുന്നത് ഇതൊരു മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു ഇത് കൊടുത്തതാണെന്ന് തോന്നുന്നത്. ടയർ ഫ്രണ്ടിൽ 120 ബാക്കിൽ 160. അങ്ങനെയൊക്കെ നോക്കുന്ന ടൈമിലും കുഴപ്പമില്ല. അത്യാവശ്യം നല്ല ഫീല്, നല്ല ഗ്രിപ്പും കാര്യങ്ങളൊക്കെ ടയറിൻ്റെ ഭാഗത്തുനിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. ഇത്രയും വലിയ ടയർ ഇടുമ്പോഴുള്ള പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അൺസ്പ്രിങ് വെയിറ്റ് കൂടും. അൺസ്പ്രിങ് വെയിറ്റ് കൂടിയോണ്ട് തന്നെ വണ്ടി ഹാൻഡിൽ ചെയ്യാൻ പാടായിരിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത്. കുഴപ്പമില്ല, വണ്ടി ഹാൻഡിൽ ചെയ്യാൻ അങ്ങനെ പാടോ കാര്യങ്ങളോ ഒന്നും തന്നെയില്ല. അപ്പോൾ ഗൈസ്, ഇത്രയൊക്കെ തന്നെ ഉള്ളു നമ്മുടെ ഈ ചെറിയൊരു വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെല്ലൈക്കണോടൊന്ന് ഞെക്കുക. നമുക്കിന്ന് വണ്ടി വന്നേക്കുന്നത് നമ്മുടെ കായംകുളം റോവേസിൽ നിന്നാണ്. എക്സോസ് നോട്ടൊക്കെ കേട്ടില്ലേ, ഒരു രക്ഷയില്ല കേട്ടോ. രക്ഷയില്ലാത്ത എക്സോസ്റ്റ് നോട്ടൊക്കെയാണ്. ഇതേ ഗൈസ്, ഞാൻ എന്തെങ്കിലും എൻക്വയറിയോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ വരിക. ഞാൻ ഇവിടുത്തെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ.